ഉപദേശ സംഘങ്ങളിൽ കിട്ടിയ അറിവാണ്. അതുകൊണ്ട് സ്പോൺസർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞാൻ പാലക്കാടാണ്, ഇതിന്റെ സീനിയർ അവതാരകനാണ്. പ്രണാമങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഇന്ന് കൊടിയേറ്റത്തോടു കൂടി ആരംഭിച്ചപ്പോൾ അതിൻ്റെ സന്ധ്യാവേളയിൽ കണ്ട ഒരു വലിയൊരു ആരാധക വൃന്ദം ഇവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും. ഇപ്പോൾ ആരാധന പന്തൽ വർക്സിൻ്റെ ഈ ഒരു മഹത്തായ വർണ്ണവിസ്മയം വാരിവിതറുന്നൊരു പ്രദർശന പന്തൽ ഈ പ്രവേശന കവാടത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും പുതുമയേറിയ ഒരു അനുഭവമായിട്ടാണ് ഈ ഒരു മഹാദേവന്റെ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്ന രീതിയിൽ ഇങ്ങനൊരു പന്തൽ വിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന് രണ്ട് വ്യക്തിത്വങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ അഭിമുഖം. അതായത് ആരാധന പന്തൽ വർക്സിൻ്റെ എല്ലാമായിട്ടുള്ള രണ്ട് വ്യക്തികൾ, ഒന്ന് സൈദലവി, മറ്റൊന്ന് ഗോപാലകൃഷ്ണൻ. രണ്ടുപേരും ഇവിടെയുണ്ട്, ഞങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ഏതായാലും ക്ഷേത്ര മീഡിയ അങ്ങേ പരിചയപ്പെടുത്തുന്നതിൽ, രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നതിൽ ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും തൃശ്ശൂരിൻ്റെയും അതുപോലെ തന്നെ പാലക്കാടിൻ്റെയും മണ്ണിൽ നിരവധി ഉത്സവങ്ങൾക്ക് വർണ്ണം വിതറി കൊടുത്തിട്ടുള്ള, എന്താ പറയുക, വിസ്മയം വിതറിയ പന്തലും അതുപോലെ തന്നെ ലൈറ്റ്സും ഒക്കെ ഒരുപാട് ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട് നെന്മാറ, വല്ലങ്ങി, വേല പോലുള്ള പ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഒരു പുതിയ കാൽവെപ്പ് ഇവിടേക്ക് വന്നിരിക്കുകയാണ്, കോട്ടയത്തേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താ പറഞ്ഞാൽ നമ്മളെ കോട്ടയം ജില്ലയിൽ ഇവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ വേണ്ടി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് നല്ല തിരക്കുള്ള സമയമാണ്. ഊത്രാളി വേല, ഊത്രാളി വേല, അങ്ങനെ കുറെ വർക്കുകളുണ്ട് ഈ ടൈമില്. ഊത്രാളി നമ്മാർ അങ്ങനെയുള്ള നല്ല തിരക്കുള്ള സമയമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവിടുത്തെ സാറ് വിളിച്ച് പറഞ്ഞു, നമ്മൾ മാക്സിമം സഹകരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ചെയ്യാനുള്ള അവസരം അവരുണ്ടാക്കി തന്നു. അത് വലിയൊരു സന്തോഷമാണ്. അതെ, പുതിയ കാൽവെപ്പാണ്. അതെ അതെ വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. ഈ രംഗത്ത് എത്ര വർഷങ്ങളായിരുന്നു? മറ്റേ ഉപ്പയായിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരു 50 വർഷത്തിന്റെ മേലുണ്ട് ഉപ്പയായിട്ടുള്ളതാണ്. ഞമ്മ ഒരു 18-19 വർഷത്തോളായി. എങ്ങനെയുണ്ട്? കേരളത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്? തൃശ്ശൂർ പൂരം, ഇവിടെ ഊത്രാളിക്കാവ്, നെന്മാറ വേല, മണപ്പുള്ളിക്കാവ് വേല, വലിയ പരിപാടികൾ കംപ്ലീറ്റ്. അതെ, അതുപോലെ മറ്റേ കുനിശ്ശേരി, കുമ്മാട്ടി പറയും, വലിയ പരിപാടികളാണ് അതൊക്കെ. ഞങ്ങൾ ഒരുവിധം വർക്കുകൾ, പിന്നെ ഇത് കണ്ണമ്പറ വേല, അതൊക്കെ വലിയ പരിപാടിയാണ്. അതൊക്കെ ഒരുവിധം. അതെ അതെ, അങ്ങനെ വലിയ പരിപാടികളൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. എടുത്തു പറയണ്ട. ഗോപാലകൃഷ്ണൻ, ഈ ഒരു മേഖലയിലേക്ക് എത്ര വർഷങ്ങളായി വന്നു? 40 കൊല്ലമായിട്ട്. 40 വർഷം. എന്താണ് ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് കുറെ പേര് നമ്മളെ അറിയുക, തിരിച്ചറിയാൻ പറ്റുക, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ, പ്രശംസിക്കുക, അത് നമുക്ക് നമ്മുടെ ജോലിയിൽ കിട്ടുന്ന വലിയൊരു സംതൃപ്തിയാണ്, വലിയൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ആൾക്കാരെ ആസ്വദിക്കുമ്പോൾ നമുക്ക് ആരാണെന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. അപ്പൊ അത് നമ്മളെ തിരിച്ചറിയുക. അപ്പൊ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു കോട്ടയത്തിൽ ഏറ്റുമാനൂർ വന്നിട്ട് ഇതൊരു ആദ്യാനുഭവം എങ്ങനെയുണ്ട്? സന്തോഷം, വളരെ സന്തോഷമായി. തീർച്ചയായിട്ടും 40 വർഷത്തിലധികമായിട്ട് ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ ചെയ്യും. അതുപോലെ തന്നെ അച്ഛന്റെ കാലം തൊട്ട് ഈ ഒരു ലൈറ്റ്സ് ഇലുമിനേഷൻ വർക്കും ഇതുപോലുള്ള പന്തൽ വർക്ക്സുകൾ നടത്തുന്ന ആരാധന പന്തൽ വർക്ക് ചെറുതുരുത്തി, ആ ചെറുതുരുത്തിയിൽ ഉപ്പായുടെ കാലത്ത് നിന്ന് തുടങ്ങിയതാണ് സൈദലവി. ഇന്ന് അറിയപ്പെടുന്ന ഏകദേശം 19ഓളം വർഷങ്ങളായി ഈ രംഗത്ത് പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്.
എടുത്തു പറയുന്ന തൃശ്ശൂർ പൂരം മുതൽ നെന്മാറ വല്ലിങ്ങി വേല വരെയുള്ള എല്ലാവിധത്തിലുള്ള ഉത്സവങ്ങൾക്കും ഇതുപോലെ പന്തൽ വിധാനം ഒരുക്കി ലക്ഷക്കണക്കിന് ബൾബുകളാണ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായ സിസ്റ്റമാണ് ഇതിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ദീപാലങ്കാര വിധാനം. ഇത് ഇപ്പോൾ ഈ ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും അത് വീക്ഷിച്ച് അവരുടെ മൊബൈലിൽ പകർത്താനും ഓർമ്മചിത്രമാക്കി വെക്കാനും ഉണ്ട്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഏറ്റുമാനൂരപ്പനോടും ഇതിൻ്റെ ഭരണസമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടുമാണ്. അത് ഇവർക്ക് ഇവിടെ ഒരു എൻട്രിയാണ്, ഈ ജില്ലയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശനം ഒരുക്കിയിരിക്കുകയാണ്. ഏതായാലും ഇത് കണ്ടിട്ട് ഇനി കേരളത്തിൽ ഉടനീളം പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ നിരവധി വർക്കുകൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഏതായാലും എന്താണ് ഈ ദേവസ്വം ബോർഡിനോട് പറയാനുള്ളത്? ഇങ്ങനൊരു അവസരം തന്നതിൽ വളരെ സന്തോഷം, വളരെയധികം സന്തോഷം. നന്ദി ദേവസ്വത്തിന്. തീർച്ചയായിട്ടും ഞാൻ ദേവസ്വത്തിന് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾ ക്ഷേത്ര മീഡിയ നിങ്ങളെ പരിചയപ്പെടുത്തിയതിൽ ഞങ്ങൾക്കും ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഏതായാലും ക്യാമറാമാൻ വിഷ്ണു ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി, ഏറ്റുമാനൂരിൽ നിന്ന് ക്ഷേത്ര മീഡിയ.